ക്യാപ്റ്റൻ തന്നെ ആ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ഇവിടെ. ഇനി അങ്ങോട്ട് തകർത്തടിച്ചേ മതിയാവൂ. 200 മുകളിലൊക്കെ ഒരു മിനിമം വേണം മുംബൈ ഇന്ത്യൻസിന്. നമുക്ക് ഓരോരുത്തർക്കും പ്രഡിക്ട് ചെയ്താലോ എത്ര വരെ എത്തുന്നുള്ള കാര്യം. മറ്റൊരു യോർക്കറിനുള്ള ശ്രമമാണ്. സിയറ്റ് സ്ട്രാറ്റജിക് ടൈം ഔട്ടിനുള്ള അവസരമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്. അവരുടെ മനസ്സിൽ ഒരു സ്കോർ ഉണ്ടാവും. അഖിൽ മാരാറിന്റെ മനസ്സിലും ഒരു ചെറിയ സ്കോർ ഉണ്ടാവും. ഞാൻ 200 മുകളിൽ ചെന്നൈ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8 ഓവറുകൾ ബാക്കിയുണ്ട്. അതിൽ 200 മുകളിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് എത്തുമെന്ന് പറയാം. അടിച്ചെടുക്കാൻ ശേഷിയുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ തന്നെ ഒരു ഓവറിൽ 15 റൺസ് വെച്ച് അടിച്ചു പറന്നിറങ്ങുന്നതാന്നൊക്കെ പറഞ്ഞ് ജോണ്ടി റോഡ്സിന്റെ ഒക്കെ പോലത്തെ മനോഹരമായിട്ടുള്ള ഒരു ഡൈവിംഗ് എഫർട്ട് ഗംഭീരം. അഖിൽ മാരാർ, താങ്കൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു നല്ല ഉപദേശം നൽകുന്ന പോലെ എനിക്ക് തോന്നി. കൂക്ക് വിളിക്കുകയായിരുന്നു അദ്ദേഹത്തെ വാങ്കഡയിൽ. അദ്ദേഹം ചെയ്യേണ്ടത് എന്താണെന്ന് താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കൂക്ക് വിളികൾ മറ്റൊന്നായി മാറുമെന്ന് താങ്കൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിനുള്ള ആത്മവിശ്വാസമുള്ള ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉപദേശിക്കുക എന്നുള്ളതല്ല, ഈ അവഗണനകളെയും കൂക്കി വിളികളെയും ഒക്കെ ഹാർദിക് തള്ളി പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നാളെ മുംബൈക്ക് വേണ്ടി കപ്പടിക്കുന്ന ഒരു നിമിഷത്തിൽ ഇതേ കൂക്കി വിളികളും ഇതേ അവഗണനകളും എല്ലാം തന്നെ അതിഗംഭീരമായ കൈയടികളായിട്ട് മാറും. അതുകൊണ്ട് ഹാർദിക് ആ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു ഫയറുള്ള, അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന കളിക്കാരനാണ്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ആ ബബിൾഗം ചവച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഹാർദിക്കില് കാണികളോടുള്ള ഒരു പരിഹാസം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അത് സക്സസ് ആക്കണം. നമ്മൾ ഇവിടെ പരാജയപ്പെടാൻ പാടില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് സക്സസ് ആക്കാൻ ശേഷിയുള്ള ഒരു പ്ലെയറാണ് ഹാർദിക് എന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് രോഹിത്തിനെ പോലെ ഒരു പ്ലെയറെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി തൊട്ടടുത്ത ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി ഹാർദിക്കിനെ എടുക്കുമ്പോൾ മുംബൈയുടെ ഒരു പ്ലാൻ അവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് വരും സീസണുകളിൽ IPL തന്നെ ഏറ്റവും മികച്ച ഒരു ക്യാപ്റ്റനായിട്ട് തന്നെ ഹാർദിക് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ ഇന്ന് തള്ളിപ്പറയുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ആരാധനാപാത്രവും അന്ന് ഹാർദിക്കായിരിക്കും. യാതൊരു സംശയമില്ല. അതിനുള്ള സൂചനകൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കണ്ടു തുടങ്ങിയിരിക്കുമെന്ന് പറയാം. വളരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഹാർദിക് പാണ്ഡ്യ. കവേഴ്സിന് മുകളിലൂടെ വീണ്ടും ഉയർത്തിവിടുന്നു. ആ ഒരു സിംഗിളോട് കൂടി തന്റെ അർദ്ധശതകം പൂർത്തിയാക്കുകയാണ് ശിവം ഡൂബെ. തന്റെ സ്വന്തം മണ്ണിൽ മറ്റൊരു ടീമിന് വേണ്ടി, ചെന്നൈക്ക് വേണ്ടിയാണ് ശിവം ഡൂബെ. മുംബൈയിൽ നിന്നുള്ള താരമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. ഈ കൊല്ലം രഞ്ജി ട്രോഫിയിൽ മുംബൈയാണ് ചാമ്പ്യന്മാർ. അതിൽ പ്രധാന പങ്ക് വഹിച്ച ശിവം ഡൂബെ തന്റെ സ്വന്തം മൈതാനത്തിലേക്ക് എത്തുന്നു. മഞ്ഞക്കുപ്പായത്തിലാണെന്ന് മാത്രം. 28 പന്തിൽ 50 റൺസ് നേടുന്നു. 12 ഓവർ എത്തി നിൽക്കുമ്പോൾ കാര്യമായ നേട്ടമൊന്നുമില്ലാതെ ഒന്ന് ഉഴലുന്ന ആ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് 200 കടക്കുമെന്ന് അഖിൽ മാരാർ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ കാരണക്കാരൻ ഈ ഇടങ്കയനാണോ? തീർച്ചയായിട്ടും നമുക്ക് ഈ കളിക്കാരോടുള്ള ഒരു വിശ്വാസമാണ്. ഇവർ ക്രീസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റൺസ് വരും എന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസം. ഷോട്ട് ആകാശ് മധ്വാൾ എത്തുന്നു. ശിവൻ ഡൂബെക്കെതിരെ ഓസമിന്റെ പുറത്തുള്ള പന്ത് മനോഹരമായി അതിനെ പ്ലേസ് ചെയ്യുന്നു. ഒരു സിംഗിൾ സ്വന്തമാക്കുന്നു. 20 ഇന്നിംഗ്സുകളിൽ 160 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 2023 മുതൽ ശിവം ഡൂബെക്ക് ഒരു മാറ്റമുണ്ട്. അഖിൽ മാരാർ സൂചിപ്പിക്കുന്നു. ആ മാറ്റം എന്താണ്? ആ മാറ്റത്തിനുള്ള കാരണം മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന ഒറ്റ പേര്. അല്ലെങ്കിൽ അത് അല്ല എന്നുള്ള കാര്യം ആരും സമ്മതിക്കാതെ രീതിയിൽ. അപ്പൊ അജിങ്ക്യ രഹാനെ പോലൊരു പ്ലെയർ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് മാറുന്നതിന് ശേഷം 2023 വലിയ സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ചെന്നൈക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പം ഇതിന്റെ പിന്നിൽ ഈ ശിവൻ ഡൂബയും പല ഫ്രാഞ്ചൈസികൾ മാറി അവിടെ ഒന്നും അദ്ദേഹത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പ്രതിഭയുണ്ട്, അദ്ദേഹത്തിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ പെർഫോമൻസിലേക്ക് വന്നിരുന്നില്ല. ഈ 2023 ശേഷമുള്ള കണക്കുകളാണ് മുമ്പ് എഴുതി കാണിച്ചത്. ആ കണക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മറ്റൊരാളുടെ ടീമിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും പണി അറിയാവുന്ന പണിക്കാരന്റെ കയ്യിലേക്ക് എത്തിയപ്പോഴത്തേക്ക്, അതെ, അപ്പൊ ഈ സ്വർണത്തെ ഇങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്ക് ഇതങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങി. അതാണ് നമ്മൾ ഈ കാണുന്നത്. ആ തിളക്കമാണ് ശിവം ഡൂബയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ സത്യവുമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. 25 പന്തിൽ 44 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയാണ് ശിവൻ ഡൂബെ. അദ്ദേഹത്തിന് പേസ് കളിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിൽ പ്രശ്നങ്ങളുണ്ട്. ഒട്ടനവധി പരാതികളായിരുന്നു പല ഫ്രാഞ്ചൈസികളിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും അദ്ദേഹത്തിന്റെ പ്രതിഭ പുറത്തെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ നല്ല പണി അറിയാവുന്ന പണിക്കാരന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും അല്ലേ. എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു മെന്റർ ആവശ്യമുണ്ട്. ആ മെന്റർ എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ഓരോ കളിക്കാരന്റെ പ്രകടനത്തിലൂടെ അത് കൃത്യമായിട്ട് നമ്മൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സാഹചര്യത്തിൽ ബൗളിംഗ് ചേഞ്ചുകൾ ഏത് കൊണ്ടുവന്നാലും അത് ഹാർദിക്കിനെ സംബന്ധിച്ച് റണ്ണൊഴുക്ക് തടയുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതിഗംഭീരമായ എക്സ്ട്രാ കവറിനുള്ള ഒരു ബൗണ്ടറി ഇപ്പം അടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശിവം ഡൂബെ തന്റെ ആ ഒരു 2.0 പുതിയ വേർഷൻ, മഹേന്ദ്ര സിംഗ് ധോണിക്ക് കീഴിലുള്ള പുതിയ വേർഷൻ അങ്ങ് ആസ്വദിക്കുകയാണ്. മറ്റൊരു അർദ്ധ സെഞ്ചുറിക്ക് 2 റൺസ് മാത്രം അകലെയാണ്. ആ ഫുള്ളറായിട്ട് ലഭിക്കും